അദ്ദേഹത്തിന് അതിൻ്റെ കെമിസ്ട്രി ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ റോള് തന്നെയാണ് ഈ സിനിമയെ വ്യത്യസ്തമായിട്ട് കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അത് തന്നെയാണ്. അപ്പോൾ അതിൽ അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് വിജയിച്ചിട്ടുണ്ട്. കാരണം മാർക്കോയുടെ അതേ ഒരു സമയത്താണ് ഇതിൻ്റെ ഷൂട്ട് നടന്നത്, പാരലലി നടന്നതാണ്. പക്ഷേ അതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത ഒരു ഡോക്ടർ കഥാപാത്രത്തിലേക്ക് ഉണ്ണിമൂന്ന് വന്നിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ യുവനടന്മാർ ഇങ്ങനെ വെറൈറ്റികൾ ചെയ്ത് നമ്മളങ്ങനെ പ്രോത്സാഹിക്കണം. നമ്മളിപ്പോഴുള്ള എല്ലാ സ്റ്റാറുകളും സൂപ്പർ സ്റ്റാറുകളും ഇങ്ങനെ വ്യത്യസ്തമായ റോളുകൾ ചെയ്തുകൊണ്ട് വന്നതിനാണ്. അപ്പോൾ ആ ഒരു വ്യത്യസ്തത ഈ സിനിമയ്ക്ക് ഉണ്ടായി. പിന്നെ ഈ ഒരു സബ്ജക്റ്റും നമ്മളിപ്പോൾ IVF സർവീസ് അങ്ങനെയുള്ള സബ്ജക്റ്റ് നമ്മൾ മലയാളത്തിൽ തന്നെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറച്ചധികം വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് വ്യത്യാസമാകുന്നത് ഇതൊരു ഡോക്ടറുടെ ആംഗിളിൽ നിന്ന് ഡോക്ടർ പേഷ്യൻ്റ് റിലേഷനിൽ അദ്ദേഹത്തിന് ഈ ഒരു ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ള ഒരു രീതിയിലാണ് ഈ സിനിമ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ തികച്ചും ഫാമിലിക്ക് കണ്ടിരിക്കാവുന്ന, ഫാമിലിക്ക് മാത്രമല്ല എല്ലാവർക്കും യുവാക്കൾക്കും എല്ലാവർക്കും കണ്ടിരിക്കാവുന്ന നല്ല മെസ്സേജുള്ള ഒരു കുടുംബചിത്രം എന്ന രീതിയിൽ ഗെറ്റ് സെറ്റ് ബേബി നല്ല ഉയരങ്ങളിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.